മാളു ശ്രീനാഥിന്റെ വീട്ടിൽ പോകുന്നത് നിനക്കെന്താ പ്രശ്നം? മോളെ, നീ ആ വീട്ടിൽ പോകുന്നതിൽ ഒരു തെറ്റുമില്ല. അനാവശ്യ ചിന്തകളൊക്കെ ഉള്ളത് നിന്റെ അമ്മയുടെ മനസ്സിലാ. അമൃത ഇങ്ങോട്ട് വന്നിട്ടല്ലേ ഉള്ളൂ. അവളുടെ ഒരു സഹായത്തിന് നീ അവിടെ വേണം. ഞാനത് തീരുമാനിച്ച കാര്യം അച്ഛാ. മോളെ കഴിക്ക്. ഇങ്ങോട്ട് വാ മനുഷ്യ. എടി, ഇനി അവൾക്ക് ബ്രെഡ് ഞാൻ ആര് കൊടുക്കും? അതൊക്കെ അവിടെ നിൽക്കട്ടെ, ഞാനൊരു പണി ഒപ്പിച്ചിട്ടുണ്ട്. അത് നടന്നാ അവളുടെ ഇങ്ങോട്ടുള്ള വരവങ്ങ് നിൽക്കും. ആണോടി? പുള്ളിപ്പോളെ ഇവിടെ കുമാർ എന്ന് പേരുള്ള ഒരാളുണ്ടോ? നമ്മുടെ കുമാർ സാറോ? ആളെ അറിയോ? സാറിനെ അറിയാത്തവരെ ഈ നാട്ടിൽ ആരെങ്കിലും ഉണ്ടോ? ആളെങ്ങനെയാ? കുമാർ സാറിനെ പോലെ തങ്കപ്പെട്ടൊരു മനുഷ്യന് വേറെ കിട്ടാനില്ല. ഈ നാട്ടിലൊക്കെ കരിക്കുകുമാർ എന്നാണല്ലോ പറയുന്നേ. അതാളുടെ ഇരട്ട പേരാ. കരിക്ക് കച്ചവടമാണോ പുള്ളിക്ക്? അയ്യോ, സാറിന് വേറെ എന്തൊക്കെയോ ബിസിനസ്സുകളുണ്ട്. ആള് കരിക്ക് മാത്രമേ കുടിക്കൂ. അതുകൊണ്ടാ കരിക്ക് കുമാർ എന്ന് പേര് വന്നത്. ഓ, കരിക്ക് മാത്രം കുടിക്കുമെന്ന് വെച്ചാ? അതെ, ചായ കുടിക്കില്ല, കാപ്പി കുടിക്കില്ല, മറ്റൊന്നും കുടിക്കില്ല. ഈ കുമാർ സാറിന് ജാടയുണ്ടെന്ന് കേട്ടല്ലോ. ആര് പറഞ്ഞു? അല്ല, പൈസക്കാരനല്ലേ, പൊതുവെ ചോദിച്ചാ. പൈസയുണ്ട്, പക്ഷെ അതിന്റെ യാതൊരു അഹങ്കാരവും ഇല്ല. കാറിൽ പോയാലും വഴിയിൽ പരിചയമുള്ളവരെ കണ്ടു കഴിഞ്ഞാ നിർത്തി സംസാരിച്ചിട്ടേ സാറ് പോവാറുള്ളൂ. അത്ര തങ്കപ്പെട്ട മനുഷ്യനാ. സാറ് ഈ കടയിൽ വരാറുണ്ട്. അത് സാറിന് കുടിക്കാനല്ല, ഈ ഇരിക്കുന്നവർക്ക് വാങ്ങിക്കൊടുക്കാനാ. ഞാൻ ഇന്നലെ കുടിച്ചതും സാറിന്റെ കാശിനാ. ഇതൊക്കെ കുറച്ച് ഓവറല്ലേ? പൈസ ഉണ്ടെങ്കിലും കുമാർ കുറച്ച് പിശുക്കനാണെന്നൊക്കെ കേൾക്കുന്നുണ്ടല്ലോ. കുമാർ സാറോ? ആ, സ്വന്തം കാര്യത്തിൽ കുറച്ച് പിശുക്ക. അതല്ല ഞാനും പറഞ്ഞേ. പക്ഷേ മറ്റുള്ളവരുടെ കാര്യത്തിൽ ചിലവാക്കുന്നതിന് കൈയും കണക്കുമില്ല. ഒരു കവർ ബ്രെഡ്. ബ്രെഡല്ലേ? ദാ, ശരി. പിന്നെ ഈ നാട്ടിലെ ചികിത്സയ്ക്കോ പഠനത്തിനോ പണം ചോദിച്ച ആരെങ്കിലും വന്നാ വെറും കൈയോടെ വിട്ടിട്ടുണ്ടോന്ന് ഇവിടെ ആരടുത്ത് വേണമെങ്കിലും ചോദിച്ചു നോക്കൂ. എന്ത് നല്ല മനുഷ്യനാ. ഈ കല്യാണം ഉറപ്പിക്കാൻ നമ്പ്യാർ അദ്ദേഹത്തോട് ധൈര്യമായിട്ട് പറയാം. പയ്യനെ പറ്റി ഒരാൾക്കും ഒരു കുറ്റവും പറയാനില്ല. നമ്മളെ മാളൂന് ഇതിലും നല്ല ചെറുക്കനെ വേറെ എവിടെ നിന്ന് കിട്ടാനാ? അതാണല്ലോ പ്രശ്നം. ഏയ്, ഒന്നുമില്ല. ഇത്രയും നല്ല പയ്യനെ കൊണ്ട് കെട്ടിച്ച എന്റെ പ്രതികാരം നടക്കില്ലല്ലോ. എന്താ അത്യാവശ്യമായിട്ട് എന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നിരിക്കുന്നത്? ഇവിടെ എന്താ ആനമുട്ട പുഴുങ്ങി വെച്ചിരിക്കുന്നോ? മര്യാദക്ക് അടങ്ങി ഒതുങ്ങി ഈ വീട്ടിനകത്ത് ഇരുന്നോണം, കേട്ടല്ലോ? അമ്മേ, മാളും നിനക്ക് പറഞ്ഞ മനസ്സിലായില്ലേ? വെറുതെ ഓരോരുത്തരെ കൊണ്ട് പറയിപ്പിക്കാൻ. അമ്മക്ക് എന്താ പറ്റിയേ? എനിക്കൊന്നും പറ്റിയിട്ടില്ല. ഇവിടെ എന്തോ പിടിപ്പത് പണിയുണ്ടെന്ന് പറഞ്ഞല്ലേ എന്നെ അവിടുന്ന് പിടിച്ചു വലിച്ചു കൊണ്ടുവന്നേ? പണിയല്ലേ? ഇപ്പൊ തരാം നിനക്ക് പണി. മോളെ, അച്ഛാ, ഈ അമ്മ കാണിക്കുന്ന കണ്ടില്ലേ?
എന്താ? ദേ ഈ ചൂല് പിടിക്ക. വേഗം ഈ വീടിന്റെ മുറ്റം മുഴുവൻ തൂത്ത് വൃത്തിയാക്കിക്കോണം. എടി നിന്നോട് പറഞ്ഞത് കേട്ടില്ലേ, മുറ്റം മുഴുവൻ തൂത്ത് വൃത്തിയാക്കാൻ. ആ, ഇതിനായിരുന്നു ഇത്ര അത്യാവശ്യപ്പെട്ട എന്നെ ഇങ്ങോട്ട് വിളിച്ചോണ്ട് വന്നേ? മോളെ, നീ പ്രായമായ ഒരു പെൺകുട്ടിയാ. അതുകൊണ്ട് ഇനി പഴയതുപോലെ കണ്ട വീട്ടിലൊന്നും കയറി ഇറങ്ങി നടക്കാൻ പാടില്ല. കണ്ട വീടോ? ശ്രീയേട്ടന്റെ വീട് എങ്ങനെ എനിക്ക് കണ്ട വീടാവുന്നേ? അത് എന്റെയും കൂടെ വീടല്ലേ? മാളു, നീ അങ്ങനെയായിരിക്കും കാണുന്നത്, പക്ഷെ എല്ലാരും അങ്ങനെയല്ല കാണുന്നത്. മറ്റുള്ളവരുടെ കാര്യം എന്തിനാ ഞാൻ അറിയുന്നേ? ദേ വെറുതെ നീ എന്നോട് തർക്കിക്കാൻ വരരുത്. ഞാൻ തർക്കിക്കും. മാളു, നീ എന്നെ ദേഷ്യം പിടിപ്പിക്കരുത്. അമ്മേ, എനിക്ക് അവിടെ എന്തെല്ലാം ജോലി ഉണ്ടായിരുന്നു എന്ന് അമ്മയ്ക്ക് അറിയാവോ? ഇന്നലെ ശ്രീയേട്ടന്റെ ശാന്തി മുഹൂർത്തം നടന്നില്ല. ശാന്തി മുഹൂർത്തം ഇന്ന് രാത്രിയാ. മണിയറ അലങ്കരിക്കേണ്ട ഡ്യൂട്ടി എനിക്ക് അമ്മേ. അത് അമ്മയ്ക്ക് അറിയോ? അതൊക്കെ അവരാരെങ്കിലും ചെയ്തോളും. അവിടെ നിന്റെ ആവശ്യമൊന്നുമില്ല. അത് അമ്മയാണോ തീരുമാനിക്കുന്നേ? ആ, ഇപ്പൊ ഞാനാ തീരുമാനിക്കുന്നത്. ആ. അച്ഛാ, ഇത് കണ്ടോ? സുധേ, എടി അതൊരു കല്യാണം നടന്ന വീടല്ലേ, അവിടെ പല ആവശ്യങ്ങളും ഉണ്ടാവില്ലേ? നമ്മുടെ മാളും അവിടെ ഉള്ളത് അവർക്കൊരു സമാധാനല്ലേ സുധേ? എന്റെ പൊന്നു മനുഷ്യ, നിങ്ങൾക്ക് ഇവളെ പറ്റി യാതൊരു ചിന്തയുമില്ലേ? ഇവളുടെ കല്യാണം നിശ്ചയിച്ച കാര്യം നിങ്ങൾ അങ്ങ് മറന്നുപോയോ? ഓ, കല്യാണം നിശ്ചയിച്ചിട്ടല്ലേ ഉള്ളൂ, കല്യാണം കഴിഞ്ഞിട്ടൊന്നും ഇല്ലല്ലോ. എന്റെ മാളു, നീ അവിടെ എവിടെയും കയറി ഇറങ്ങി നടക്കുന്ന കാര്യം കുമാറിന്റെ വീട്ടുകാരറിഞ്ഞാലോ? ഓ, ഒരു കുമാർ. ആ വേട്ടവളേന്റെ കാര്യം അമ്മ എന്നോട് മിണ്ടരുത്. മാളു, നീ ഒരു കാര്യം മനസ്സിലാക്കണം. എത്ര അടുത്ത ബന്ധുക്കളാണെങ്കിലും നീ എപ്പോഴും അവിടെ ഇവിടെയും പോകുന്നത് അത്ര ശരിയല്ല. അല്ല സുധേ, നീ എന്തായി പറയുന്നേ? അന്യ വീടോ? ശ്രീനാഥ് ഇവൾക്ക് അന്യനാണോ? അവൻ ഇവളുടെ ഏട്ടനല്ലേടി. അവന്റെ കല്യാണ ആവശ്യങ്ങൾക്ക് വേണ്ടി നമ്മുടെ മാളും അവിടെ പോയി നിൽക്കുന്ന എന്താ ഒരു തെറ്റ്? തെറ്റ് ശരിയൊന്നും എന്നോട് ചോദിക്കണ്ട. പോകണ്ട, അത്ര തന്നെ. ഞാൻ പോവും. മാളു, നിന്നോടാ ഞാൻ പറഞ്ഞ പോകരുതെന്ന്. ഞാൻ പോകും. മാളു, ആരെന്തൊക്കെ പറഞ്ഞാലും മണിയറ ഒരുക്കാൻ ഇന്ന് വൈകിട്ട് ഞാൻ പോയിരിക്കും. അത് കട്ടായോ? നിനക്ക് എന്താടി പറഞ്ഞ മനസ്സിലാകട്ടെ? സുധേ, മാളു ശ്രീനാഥിന്റെ വീട്ടിൽ പോകുന്നത് നിനക്കെന്താ പ്രശ്നം? മോളെ, നീ ആ വീട്ടിൽ പോകുന്നതിൽ ഒരു തെറ്റുമില്ല. അനാവശ്യ ചിന്തകളൊക്കെ ഉള്ളത് നിന്റെ അമ്മയുടെ മനസ്സിലാ. അമൃത എങ്ങോട്ട് വന്നിട്ടല്ലേ ഉള്ളൂ. അവളുടെ ഒരു സഹായത്തിന് നീ അവിടെ വേണം. ഞാനത് തീരുമാനിച്ച കാര്യം അച്ഛാ. ബാക്കിയുള്ളവരുടെ സമാധാനം കളയാൻ തന്തയുണ്ട്, മോളുമുണ്ട്. അവക്കെന്താ ഞാൻ പറഞ്ഞ മനസ്സിലാകാത്തത്? എല്ലാത്തിനും സൈഡ് നിൽക്കാൻ ഒരു അച്ഛനും. ഓ, മോശം.